ഹരിദാസ് സർ, നമുക്കറിയാം KPCC അധ്യക്ഷ സ്ഥാനം 1952 കോൺഗ്രസിൽ ആദ്യമായി KPCC അധ്യക്ഷ സ്ഥാനത്തെത്തിയ AJ ജോൺ, അന്ന് PT ചാക്കോ പിന്നീടാണ് വന്നത്. AJ ജോൺ ആണ് ആദ്യമായിട്ട് എത്തുന്നത്. അന്നൊക്കെ തിരുക്കൊച്ചിയാണ്. അപ്പം തിരുക്കൊച്ചിയുടെ ഒരു ഇതിലാണ് AJ ജോൺ അന്ന് വരുന്നത് 1952. അന്ന് മുതൽ തുടങ്ങിയ ഒരു KPCC അധ്യക്ഷ സ്ഥാനം എന്നൊരു പദവി വന്നതാണ് കോൺഗ്രസ്. ഇന്നിതാ ഈ 2025 അതിനുവേണ്ടി കടി പിടി അടി ഇടി എന്ന് പറയുന്ന ഒരു മത്സരാവസ്ഥയിലാണ് നമ്മുടെ കോൺഗ്രസ് ഉള്ളത്. ഇതിനിടയ്ക്ക് വന്ന ഒരു ക്രിസ്ത്യൻ നാമധാരികൾ അല്ലെങ്കിൽ ആ ഗണത്തിൽപ്പെട്ടവർ എന്ന് പറയുന്നത് ബഹുമാന്യനായ നമ്മുടെ AK ആന്റണി, ഉമ്മൻചാണ്ടി എന്നിവരൊക്കെ ആയിരുന്നു. തിരുക്കൊച്ചി ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഈ പറഞ്ഞതുപോലെ AJ ജോണും PT ചാക്കോയും ഒക്കെ വന്നിട്ടുള്ളത്. ഇപ്പോ നിലവിലെ വിഷയം എന്താന്ന് വെച്ചാൽ K സുധാകരന് പ്രായശ്യായി, ഇനി ഒഴിഞ്ഞേ പറ്റൂ എന്നാണ് നേതൃനിര പറയുന്നത് എന്ന് പറയുന്നു. ഒപ്പം കേരളത്തിൽ പുതിയൊരു മാറ്റം വേണം എന്ന് പറയുന്നു. K സുധാകരന് പകരം ഒരു ക്രൈസ്തവ നാമത്തിലുള്ള അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ വരണം എന്ന് പറയുന്നു. 2 ചോദ്യങ്ങളാണ് ഹരിദാസ് സാർ എനിക്കുള്ളത്. അതിൽ ആദ്യത്തേത്, K സുധാകരന് പ്രായാധിക്യമായി എന്ന് പറയുന്നവർ എന്തുകൊണ്ട് മല്ലികാർജുൻ ഖാർഗെയെ കാണുന്നില്ല? രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു ക്രൈസ്തവ നാമധാരി വരണം അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നാണെങ്കിൽ K സുധാകരൻ തന്നെ എന്തിനു മാറണം? നേതൃനിരയിൽ വരേണ്ടത് അങ്ങനെ ഒരാളാണെങ്കിൽ പ്രതിപക്ഷ നേതാവായ VD സതീശന് മാറിക്കോടെ? ഈ 2 ചോദ്യങ്ങളാണ് എനിക്ക് അങ്ങയോടുള്ളത്. ഈ ചോദ്യങ്ങൾ രണ്ടും പ്രസക്തമാണ്. ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസുകാര് ഇങ്ങനെ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ തർക്കിച്ച് ആ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നല്ലതാണെന്ന് വിചാരിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ദേശീയ തലത്തില് ആ പാർട്ടിയുടെ ദുരവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായിട്ട് അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ഇവിടെ സുധാകരനെ മാറ്റണം എന്ന് പറയുന്നതിനുള്ള ഒരു കാരണമായിട്ട് അവർ പറയുന്നത്, അല്ലെങ്കിൽ സുധാകരനെതിരായിട്ട് ഉയർത്തുന്ന ആക്ഷേപം അദ്ദേഹത്തിന് പ്രായമേറെയായി എന്നതാണ്. സുധാകരനെ നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്, പുലിയെ പോലെ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് നടക്കുന്നുണ്ട് ഇപ്പോഴും. അദ്ദേഹത്തിന്റെ നാവിന്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിച്ചതായിട്ട് കാണുന്നില്ല. പക്ഷെ ആ പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിന്റെ അവസ്ഥ എന്താ? ഞാൻ സൂചിപ്പിച്ചത് ബഹുമാന്യനായ മല്ലികാർജുൻ ഖാർഗെയുടെ കാര്യമാണ്. അദ്ദേഹത്തിന് കൈ പിടിച്ചുകൊണ്ട് ഒരാൾ മുന്നിൽ നടന്നില്ലെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഇന്ന്. അങ്ങനെ ഒരാൾ ദേശീയ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഈ ആരോഗ്യ കാരണം പറഞ്ഞ് സുധാകരനെതിരെ തിരിയുന്നതിന് ഒരു ദുസൂചനയുണ്ട്. ഇതിൽ നമുക്കൊക്കെ അറിയാം, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സുധാകരനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട്. അതിന്റെ പിന്നിലുള്ള VD സതീശനും KC വേണുഗോപാലുമാണ്. സുധാകരൻ ഈ വേണുഗോപാൽ എന്ന് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരുടെ ഒരാളാണെന്നാണ് സ്വയം പറഞ്ഞു കിടക്കുന്നത്. പക്ഷെ സുധാകരൻ വേണുവിനെയോ അല്ലെങ്കിൽ സതീശനെയോ വേണ്ടത്ര ബഹുമാനിക്കുന്നില്ല എന്നൊരു തോന്നലാണ് ഇവർക്കൊക്കെ ഉള്ളത്. സുധാകരന്റെ മക്കളുടെ പ്രായം ഉണ്ടാവുള്ളൂ സതീശനും വേണുഗോപാലിനും ഒക്കെ. അപ്പൊ അത്രയും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവ് തന്നെയാണ്. കണ്ണൂർ ജില്ലയിലെ മാർക്സിസ്റ്റുകാരോട് ഏറ്റുമുട്ടി പടപൊരുതി മുന്നോട്ട് പോയ കോൺഗ്രസിനെ മുന്നോട്ട് നയിച്ച നേതാവാണ് അദ്ദേഹം. അതൊക്കെ നമുക്കറിയാം. കണ്ണൂർ സീറ്റ്, ലോക്സഭാ സീറ്റ് പിടിച്ചടക്കാൻ, കണ്ണൂർ നിയമസഭാ സീറ്റ് പിടിച്ചടക്കാൻ ഒക്കെ സുധാകരൻ പാർട്ടിക്ക് വേണ്ടി വന്നു. ഇന്നിപ്പോ സുധാകരനെതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കണം അദ്ദേഹത്തിന് ആരോഗ്യമില്ല എന്നാണ്. അത് ശരിയല്ല എന്ന് പരസ്യമായിട്ട് പ്രതികരിക്കാൻ സുധാകരൻ തയ്യാറായത് തന്നെ കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങളുടെ ആഴമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോൺഗ്രസിന് ഒരു ക്രൈസ്തവ നേതൃത്വം വേണം എന്നൊരു ചിന്ത ചില ഭാഗങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ മത സമീപനം സ്വന്തമായിട്ടുള്ള അല്ലെങ്കിൽ ക്രൈസ്തവ സംസ്കാരം മനസ്സിൽ പേറുന്ന കുറെ നേതാക്കന്മാരുള്ള പാർട്ടിയാണ് ദേശീയ തലത്തിൽ കോൺഗ്രസ് എന്ന്. അവർക്ക് കേരളത്തിന്റെ ഒരു കോൺഗ്രസ് നേതാവ്, ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് വരണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമാണ്. അതിൻ്റെ ഒരു കാരണം കൂടിയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർക്കിടയിലും ഒരു വലിയ ആശങ്കയുണ്ട്. കാരണം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ നെടുന്തൂണായിട്ട് നിന്നിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ജോണിന്റെയും പി.ടി. ചാക്കോന്റെ ഒക്കെ കാര്യം പറഞ്ഞല്ലോ. അതേപോലെ A.K. ആന്റണി, ഉമ്മൻചാണ്ടി, K.M. മാണി, പി.ജെ. ജോസഫ് വിവിധ പാർട്ടികളിൽപ്പെട്ടവരാണെങ്കിലും ഇവരൊക്കെ ക്രൈസ്തവ വിഭാഗത്തിൽ അംഗീകാരമുള്ള നേതാക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കന്മാരായിരുന്നു. ഇന്നിപ്പോ അത്തരത്തിലൊരു നേതാവിനെ കാണുന്നില്ല. ആന്റണി ഏതാണ്ട് റിട്ടയർഡ് ലൈഫിലാണ്, സന്യാസം സ്വീകരിച്ചതുപോലെ രാഷ്ട്രീയത്തിൽ നിന്ന്. പി.ജെ. ജോസഫിന്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്. K.M. മാണിയും ഉമ്മൻചാണ്ടിയും ഇന്ന് നമ്മുടെ കൂടി ഇല്ല. പകരം ഒരു ക്രൈസ്തവ നേതാവ് ഇല്ല എന്നുള്ള ഒരു തോന്നല് ക്രൈസ്തവ സഭയ്ക്കുമുണ്ട്. അപ്പൊ ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ഇപ്പോ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് വഴങ്ങുന്നത് ക്രൈസ്തവ സഭകളുടെ ആവശ്യത്തിന്, അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി സുധാകരനെ ബലിയാടാക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് കേരളത്തിൽ കണ്ടുവന്ന ഒരു ഇക്വേഷൻ, നായർ വിഭാഗത്തിൽ നിന്നുള്ള ഒരു പാർലമെന്ററി പാർട്ടിയുടെ നേതാവാകുന്നു. ഇപ്പൊ രമേശ് ചെന്നിത്തലയുണ്ടായി, ഇപ്പൊ സതീശനുണ്ടായി. ആ സമയത്ത് പാർട്ടിക്ക് നേതൃത്വം നൽകാൻ DM സുധീരൻ വന്നു, മുല്ലപ്പള്ളി വന്നു, അതുപോലെ തന്നെ ഇപ്പോ സുധാകരൻ വന്നിരിക്കുന്നു. ഇവരൊക്കെ 70 വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ സമവാക്യങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ജാതീയമായ മതപരമായ സമവാക്യങ്ങളുമായിട്ട് പോകുന്നതിനിടയിലാണ് പ്രായത്തിന്റെ കാര്യം പറഞ്ഞ് സുധാകരനെ പിടിച്ച് പുറത്താക്കിക്കൊണ്ട് ഒരു ക്രൈസ്തവ നേതാവിനെ പ്രസിഡന്റ് ആക്കാൻ, ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ പ്രസിഡന്റ് ആക്കാനുള്ള ആസൂത്രിത ശ്രമം നടക്കുന്നു. എനിക്കിവിടെ ചോദിക്കാനുള്ളത് നേരത്തെ താങ്കൾ ചോദിച്ചത് തന്നെയാണ്. എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ B.D. സതീശന് പകരം ഒരു ക്രൈസ്തവ MLA പ്രതിപക്ഷ നേതാവാക്കി കൂടാ? ഇപ്പൊ PCC പ്രസിഡന്റായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന പേരുകളിൽ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള, ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നു, ഇരട്ടിയിൽ നിന്നുള്ള MLA സണ്ണി ജോസഫ്. പറയുമോ പേര്? സണ്ണി ജോസഫ്, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. അതെ, സണ്ണി ജോസഫിന്റെ പേര് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സണ്ണി ജോസഫിന് എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവാക്കി കൂടാ? കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കത്തോലിക്കൻ വരട്ടെ എന്ന് തീരുമാനിച്ചുകൂടെ? അപ്പൊ അവിടെ സതീശന് മാറാൻ കഴിയില്ല, സതീശന് ഒഴിഞ്ഞു കൊടുക്കാൻ കഴിയില്ല. KC വേണുഗോപാലിന്റെ സ്വന്തം ആളാണ് സതീശൻ. അപ്പോ അവര് രണ്ടുപേരും കൂടിയുള്ള ഈ രാഷ്ട്രീയ ഗെയിം പ്ലാനില് പാവപ്പെട്ട, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ കോൺഗ്രസിനെ ഭേദപ്പെട്ട നിലയ്ക്ക് കേരളത്തിൽ നയിച്ചു എന്ന് പറഞ്ഞു നടത്തുന്ന സുധാകരനെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. അത് ഗുണകരമാവില്ല. പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഏതാണ്ട് പടിവാതികൾ നിൽക്കുന്ന സമയത്ത് ഇത് ഗുണകരമാകുമോ എന്നുള്ള ആശങ്ക സുധാകരനെ ചുറ്റിപ്പറ്റിയുള്ളവർക്കുണ്ട്, കോൺഗ്രസുകാർക്കുണ്ട്. KM മുരളീധരനെ പോലുള്ളവര് അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇത് മാത്രമല്ല കോൺഗ്രസിലെ പ്രശ്നം. ശശി തരൂർ എടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിലപാടുണ്ട്. കേരളത്തിലെ കോൺഗ്രസുകാരിൽ നടത്തി വരുന്ന ഈ രാഷ്ട്രീയ രാഷ്ട്രീയ നീക്കങ്ങൾക്കെതിരായിട്ട് പലപ്പോഴും പരസ്യമായിട്ട് തരൂര് സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. തരൂര് ഡിപ്ലോമാറ്റ് എന്ന നിലയിൽ രാഷ്ട്രീയത്തിനുപരിയായി നിൽക്കുന്നു എന്നൊക്കെയാ പറയുന്നെങ്കിലും തരൂരിന്റെ താല്പര്യവും കേരളത്തിലെ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് വരിക എന്നത് തന്നെയാണ്. അടുത്ത തവണത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്നുള്ള ചിന്തയിലാണ് അദ്ദേഹവും നടക്കുന്നത്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വാക്വം കേരളത്തിലുണ്ട്. ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവിന്റെ അഭാവം കേരളത്തിലുണ്ട് എന്ന് തരൂരിനെ പോലുള്ളവർ പോലും പരസ്യമായിട്ട് പറയുന്നു. കൊടിക്കുന്നിൽ സുരേഷ് അതേ മറുഭാഗത്ത് നിന്നിട്ട്, ഞാൻ ഇത്ര കാലമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിലുണ്ട്, എനിക്ക് ഇതുവരെ KPCC പ്രസിഡന്റ് ആവാൻ കഴിഞ്ഞിട്ടില്ല, ഞാനൊരു പട്ടികജാതി ഇക്കാരനല്ലേ, എന്തുകൊണ്ട് എന്നെ PCC പ്രസിഡന്റ് ആക്കുന്നില്ല, എന്നെ കേരളത്തിന്റെ നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നില്ല എന്ന് ചോദിച്ച കൊടിക്കുന്നിൽ സുരേഷിനെ നമുക്ക് കണ്ടു. അങ്ങനെ ഒരു പടല പിണക്കങ്ങളുടെ കേടി രംഗമായിട്ട് കോൺഗ്രസിന്റെ കേരളത്തിലെ രാഷ്ട്രീയം മാറുകയാണ്. അത് നാശത്തിന്റെ പടുകുഴിയിലേക്കാണ് അതിനെ നയിക്കുക എന്നത് എനിക്ക് മാത്രമല്ല, രാഷ്ട്രീയത്തില് സാമാന്യ ബോധമുള്ളവർക്കൊക്കെ അറിയാം. ആ ചിന്തയിലേക്ക് കോൺഗ്രസ് പോകണോ വേണ്ടിയോ എന്ന് അവർ തീരുമാനിക്കട്ടെ. പക്ഷെ ഈ പഠന പണക്കങ്ങളുടെ പ്രയോജനം, രാഷ്ട്രീയമായ പ്രയോജനം, ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ഈഴവ സമൂഹത്തിലെ വലിയൊരു വിഭാഗം, ഏതാണ്ട് 25% വോട്ട് ചെയ്തത് BJPക്കാണ്. BJPയോടൊപ്പമാണ് അവര്.
കേരളത്തിലെ മുതിർന്ന അന്നത്തെ കാലത്തെ BJP നേതാക്കന്മാരൊക്കെ ഈഴവ വിഭാഗത്തിൽ നിന്നായിരുന്നു. അത് മാത്രമല്ല, നരേന്ദ്രമോദിയെ പോലുള്ള OBC-കാരനായ ഒരു പ്രധാനമന്ത്രി വാഴുന്ന ഇന്ത്യയില് അവർക്കൊപ്പം നിൽക്കണം എന്ന ചിന്ത കേരളത്തിലെ ഈഴവ സമൂഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത് സുധാകരനെ മാറ്റിയാൽ അത് BJPക്ക് ഗുണകരമാകും, അത് BJPക്ക് സഹായകരമാകും. കോൺഗ്രസിനൊപ്പമുള്ള ഈഴവ വോട്ടിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ BJPക്ക് കിട്ടാൻ സഹായകരമാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും ഹരിദാസ് സാർ പറഞ്ഞതുപോലെ ഒരു ഈഴവനായ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്തിരുത്തിയിട്ടും ഒരുപക്ഷെ ഈഴവരുടെ ഭൂരിഭാഗം വരുന്ന വോട്ട് സമാഹരിക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈഴവനായ കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി ക്രൈസ്തവ നാമധാരിയായ ഒരാളെ ആ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പ്രതിഷ്ഠിച്ചാൽ അത് BJPക്ക് ഗുണകരമാകുമെന്ന കാര്യം വ്യക്തമാണ്. ഒപ്പം ഹരിദാസ് സാറ് സൂചിപ്പിച്ച ഒരു വാക്കുണ്ട് ഇവിടെ, പടലപ്പിണക്കങ്ങളുടെ കേളി നിലമായി കോൺഗ്രസ് മാറിയെന്ന്. ആ വാചകം കോൺഗ്രസ് തന്നെ ഒരു ആവർത്തി ഒന്ന് പുനരാലോചിച്ചാൽ ഇതിനൊക്കെയുള്ള ഉത്തരം ചിലപ്പോൾ അവർക്ക് ലഭിച്ചേക്കും. എന്തായാലും കോൺഗ്രസിന്റെ ഈ പടലപ്പിണക്കങ്ങളുടെ എല്ലാം ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഗുണഭോക്താവ് എന്ന് പറയുന്നത് BJP ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒപ്പം ശശി തരൂർ അടക്കമുള്ള നേതാക്കൾ, VD സതീശൻ അടക്കമുള്ള നേതാക്കൾ മുഖ്യമന്ത്രി കസേര കൂടി സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് എന്നതും വ്യക്തമാണ്. താങ്ക് യു ഹരിദാസ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.